ഇന്ന് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസമാണ്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ. ഇന്ന് അമേരിക്ക ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇറാനും ഒരുങ്ങുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള കരുത്ത് ഇറാൻ ഇപ്പോഴും ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ ഭാഗമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ക്രൂഡ് ഓയിൽ മേഖലയിൽ വലിയ പ്രത്യാഘാതം ഇത് ഉണ്ടാക്കും. ഓഹരി വിപണി ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പണപ്പെരുപ്പ് നിരക്കൊക്കെ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. യുഎസിന്റെ ഫെഡ് റിസർവിന്റെ പുതിയ ചെയർമാൻ കെവിൻ വാർഷ് ജാക്സൺ പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പത്രസമ്മേളനം ഇതിനൊരു തുടക്കമായിരിക്കും. രാത്രിയോട് കൂടി US ട്രഷറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപനം നടത്തും എന്നാണ് പറയുന്നത്. ഈ സ്കോട്ട് ബെസന്റ് ആയിരിക്കും ഈ ഉപരോധം സംബന്ധിച്ച പ്രഖ്യാപനം. ഇത് സാധാരണ ഉപരോധമല്ല, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപരോധമാണെന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. ഇത് ഈ സാധാരണ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന പോലെയല്ല. ഈ ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈ ഉപരോധം ബാധകമാകും. അങ്ങനെയെങ്കിൽ ഇറാന്റെ കാര്യം കൂടുതൽ പരിങ്ങല്ലാവും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായി ഇറാൻ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇന്ന് നിർണായകമാണ്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലുള്ളവരൊക്കെ ഉറ്റുനോക്കുകയാണ്. കാരണം എണ്ണ വിപണി ഏത് തരത്തിൽ പോകുന്നു, ഇല്ലെങ്കിൽ ആഗോള തലത്തിൽ തന്നെ ഓഹരി വിപണിയിൽ വലിയ ഇടിവ് സംഭവിക്കുമോ എന്നൊക്കെ അറിയാനായി ഈ പത്രസമ്മേളനം ഇല്ലെങ്കിൽ ഈ പ്രഖ്യാപനം സ്കോട്ട് ബെസന്റിന്റെ പ്രഖ്യാപനം കഴിയുന്നത് വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.